കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂരിനുള്ള വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. യാത്രക്കാരായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 114 പേരാണ്. പക്ഷേ 110 പേർ മാത്രമേ നിലവിൽ വിമാനത്തിലുള്ളൂ. ആ വിമാനത്തിൽ കയറേണ്ട ബാക്കി 4 പേർ ആ സമയത്ത് ചെക്ക് ഇൻ സ്ഥലത്ത് എത്തിയിട്ടേയുള്ളൂ. വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ ആ 4 പേർ എത്രയും വേഗം തന്നെ എത്തിച്ചേരണമെന്നുള്ള അനൗൺസ്മെന്റ് കേട്ട നിമിഷത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ നടപടികൾ വേഗത്തിലാക്കി. ആ 4 പേരും അതിവേഗം ഫ്ലൈറ്റിലേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്തു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ 38 സീറ്റ് നമ്പറിലിരിക്കുന്ന വ്യക്തി തനിക്ക് കുറച്ച് മിൽക്ക് വേണമെന്ന് എയർ ഹോസ്റ്റസിനോട് ആവശ്യപ്പെട്ടു. ഈ നിമിഷത്തിൽ തന്നെ ഫ്ലൈറ്റിലേക്ക് വൈകി കയറിയ 4 പേരും അതിവേഗതയിൽ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് ഓടുന്ന കാഴ്ചയാണ് വിമാനത്തിലുണ്ടായിരുന്നവർ കണ്ടത്. 2 പേർ വീതം ഒരുമിച്ച് ടോയ്ലറ്റിലേക്ക് കയറുന്നത് കണ്ട് ആൾക്കാർക്ക് എന്തോ സംശയം തോന്നി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടോയ്ലറ്റിനകത്തേക്ക് കയറിയ 2 പേരും ഒരുമിച്ച് തന്നെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ആളുകളെ കണ്ട് യാത്രക്കാർ നടുങ്ങിപ്പോയി. അവരുടെ കൈവശം കത്തിയും അതീവ സ്ഫോടകശേഷിയുള്ള എക്സ്പ്ലോസീവ്സുമാണുള്ളത്. ആ കാഴ്ച കണ്ട യാത്രക്കാർ ഭയന്ന് നിലവിളിച്ച് സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും 4 പേരുടെ കൂട്ടത്തിൽ ലീഡറെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി ഉറക്കെ അലറി തുടങ്ങി. യാത്രക്കാരും അനങ്ങിപ്പോകരുതെന്നും ഇരിക്കുന്ന സീറ്റുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്നും ഈ ഫ്ലൈറ്റ് തങ്ങൾ ഹൈജാക്ക് ചെയ്തു എന്നുമാണ് ആ വ്യക്തികൾ ഉറക്കെ പറഞ്ഞത്. ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെടാൻ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള വിവരം ഉടൻ തന്നെ ക്യാബിൻ ക്രൂ പൈലറ്റിനെ അറിയിച്ചു. ആ നിമിഷത്തിൽ തന്നെ പൈലറ്റ് ആ വിവരം കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആ നിമിഷത്തിനകം തന്നെ ഫ്ലൈറ്റ് മലേഷ്യൻ അതിർത്തി കടന്ന് സിംഗപ്പൂരിലേക്ക് ഏകദേശം അടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ എഴുന്നേൽക്കാൻ ശ്രമം നടത്തിയ യാത്രക്കാർക്കൊക്കെ ആ വ്യക്തികളുടെ വേഷവിധാനം കണ്ട യാത്രക്കാർക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി. സിംഗപ്പൂരുമായോ മലേഷ്യയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളാണ് ആ 4 സംഘം. അവരെ കണ്ടപ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണോ എന്നാണ് യാത്രക്കാർക്ക് സംശയം തോന്നിയത്. ടേക്ക് ഓഫും യാത്രയും ലാൻഡിങ്ങും എല്ലാം കൂടി 50 മിനിറ്റ് മാത്രമെടുക്കുന്ന ആ ഷോർട്ട് യാത്രയിൽ ആൾക്കാർ അതിവേഗം തന്നെ സിംഗപ്പൂരിലേക്ക് എത്താൻ വേണ്ടി കയറിയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈജാക്കേഴ്സിന്റെ ലീഡറെന്ന് തോന്നിക്കുന്ന വ്യക്തി അതിവേഗം മുൻപോട്ട് നടന്ന് പൈലറ്റ് ഇരിക്കുന്നതിന് സമീപമുള്ള കോക്ക്പീറ്റിന് സമീപമെത്തി അത് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾ വിസമ്മതിച്ചു. ആ നിമിഷത്തിൽ തന്നെ അയാൾ തന്റെ കൈവശമുണ്ടായിരുന്ന എക്സ്പ്ലോസീവ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് യാത്രക്കാരെ മുഴുവൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമോ എന്ന് ഭയന്നു പോയ പൈലറ്റ് കോക്ക്പീറ്റ് തുറന്നു കൊടുക്കുകയും ചെയ്തു. ആ നിമിഷത്തിൽ തന്നെ ബാക്കിയുള്ള 3 പേരിൽ ഒരാൾ വിമാനത്തിന്റെ ഏറ്റവും എൻഡിലായുള്ള ഭാഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു. പൈലറ്റും സഹപൈലറ്റും ഒഴികെയുള്ള ക്രൂ മെമ്പേഴ്സിനെയെല്ലാം ഹൈജാക്കേഴ്സിലുള്ള ബാക്കിയുള്ള ആളുകൾ വിമാനത്തിന്റെ പുറകുഭാഗത്തേക്ക് മാറ്റി. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ നിന്നും ആളുകളെ എക്കണോമിക് ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ ആളുകളും എക്കണോമിക് ക്ലാസ്സിലാണുള്ളത്. യാത്രക്കാരെയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഹൈജാക്കേഴ്സ് നിൽക്കുന്ന സമയത്തായിരുന്നു കോക്ക്പീറ്റിനുള്ളിലേക്ക് കടന്ന ലീഡർ തന്റെ ആവശ്യം പൈലറ്റിനെ അറിയിച്ചത്. വിമാനം സിംഗപ്പൂരിലേക്ക് പറക്കണ്ട എന്നും സിഡ്നിക്ക് സമീപം എയർപോർട്ടിൽ ഇറക്കണമെന്നുമായിരുന്നു അയാളുടെ ആവശ്യം. എന്നാൽ അതൊരു കാരണവശാലും നടക്കുകയില്ല എന്നും വിമാനത്തിൽ വളരെ കുറച്ച് ഇന്ധനം മാത്രമേ ഉള്ളൂ എന്നും പൈലറ്റ് ആ ലീഡറിനെ അറിയിച്ചു. കോലാലംപൂരിൽ നിന്നും വളരെ അടുത്തുള്ള സ്ഥലമാണ് സിംഗപ്പൂർ. അതുകൊണ്ട് തന്നെ ഇന്ധനം വളരെ കുറച്ച് മാത്രമേ അവിടേക്ക് എത്താൻ ആവശ്യമുള്ളൂ. വിമാനം സിഡ്നിയിലേക്ക് പറക്കുന്ന സാഹചര്യത്തിൽ വിമാനത്തിലുള്ള ഇന്ധനം തീർന്ന് ആകാശത്ത് വെച്ച് തന്നെ വിമാനം തകർന്നു വീഴുമെന്ന് പൈലറ്റ് ആ ലീഡറിനെ ധരിപ്പിച്ചു. അക്കാര്യം കോ പൈലറ്റ് കൂടി സ്ഥിരീകരിച്ചതോടെ ഹൈജാക്കേഴ്സിന്റെ ലീഡർ വിമാനം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യിക്കാൻ സമ്മതിച്ചു. ഇതിനോടകം തന്നെ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട വിവരം സിംഗപ്പൂർ മിനിസ്ട്രിയിലാകെ അറിഞ്ഞിരുന്നു. ഡിഫൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഉടൻ തന്നെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ഒരു തിരക്കിട്ട നീക്കം നടത്താനായിരുന്നു ഡിഫൻസിന്റെ തീരുമാനം. ഹൈജാക്കേഴ്സിന്റെ ആവശ്യം പൈലറ്റ് പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചു. പാകിസ്ഥാനിലെ ജയിലുകളിലുള്ള അവരുടെ ചില സഹപ്രവർത്തകരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നുള്ളതാണ് ഹൈജാക്കേഴ്സിന്റെ ആവശ്യം. അതിനു പുറമെ മറ്റൊരാവശ്യം കൂടി ഹൈജാക്കേഴ്സിനുണ്ട്. സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന വിമാനത്തിന് ആവശ്യമായ ഇന്ധനം നിറച്ച് അതിനെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പറക്കാൻ അനുവദിക്കണം. എന്നാൽ ഹൈജാക്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഡിഫൻസ് മന്ത്രാലയം അറിയിച്ചു. ഈ സമയത്തായിരുന്നു ഹൈജാക്കേഴ്സിന്റെ ലീഡർ മറ്റൊരു കാര്യം പൈലറ്റിനോട് ആവശ്യപ്പെട്ടത്. പൈലറ്റ് ഡിഫൻസ് മന്ത്രാലയവുമായി സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയില്ല എങ്കിൽ മുഴുവൻ ആളുകളുടെയും ജീവൻ തങ്ങൾ എടുക്കുമെന്നുള്ള കാര്യം അയാൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കോക്ക്പീറ്റിൽ നിന്നും പുറത്തിറങ്ങി. പൈലറ്റ് കൺട്രോൾ ടവറുമായി സംസാരിച്ച് അവരുടെ ആവശ്യത്തിൽ ഒരു ധാരണയിൽ എത്തണമെന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ടീം ലീഡർ പുറത്തേക്കിറങ്ങിയത്. അക്കാര്യവും പൈലറ്റ് കൺട്രോൾ ടവറിനെ അറിയിക്കുകയും ചെയ്തു. വിമാനത്തിനുള്ളിൽ ഹൈജാക്കേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാതെ കോഡ് രൂപത്തിൽ കൺട്രോൾ ടവറുമായി സംസാരിക്കുന്നതിനുള്ള സൗകര്യം വിമാനത്തിനുള്ളിലുണ്ട്. അക്കാര്യം ഹൈജാക്കേഴ്സിന് അറിവുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വിമാനം എയർപോർട്ടിന്റെ ഏത് ഭാഗത്ത് എങ്ങനെ ലാൻഡ് ചെയ്യിക്കണമെന്നുള്ള കാര്യം ഡിഫൻസ് മന്ത്രാലയം പൈലറ്റിനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പൈലറ്റ് കൺട്രോൾ ടവറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനുള്ള സമയമായി. ആ അറിയിപ്പ് കോ പൈലറ്റ് ശബ്ദ സന്ദേശമായി ഫ്ലൈറ്റിനുള്ളിൽ മുഴക്കുകയും ചെയ്തു.
വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ യാത്രക്കാർക്ക് ഒരാശ്വാസവും അനുഭവപ്പെട്ടു. റൺവേയിൽ തന്നെയാണ് വിമാനം ലാൻഡ് ചെയ്തത്. പൈലറ്റിനോട് ഹൈജാക്കേഴ്സിന്റെ ലീഡർ റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്യിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോഴേക്കും രാത്രി ഏകദേശം 10 മണി പിന്നിട്ടിരുന്നു. റൺവേയിൽ ഒരു പ്രത്യേക പോയിന്റിൽ വിമാനം ലാൻഡ് ചെയ്ത നിമിഷത്തിൽ തന്നെ ഇരുട്ടിന്റെ മറവ് പിടിച്ച് പോലീസ് സേന അകത്തുള്ള ഹൈജാക്കേഴ്സ് അറിയാതെ തന്നെ വിമാനം വളഞ്ഞു. ഒരു പരിക്കും കൂടാതെ തന്നെ വിമാനത്തിലുള്ള യാത്രക്കാരെ എയർപോർട്ടിൽ ഇറക്കണമെന്ന് ഡിഫൻസ് സെക്രട്ടറി വളരെ വ്യക്തമായ നിർദ്ദേശം പോലീസ് സേനയ്ക്ക് നൽകി. വിമാനം ലാൻഡ് ചെയ്ത നിമിഷത്തിൽ തന്നെ ഹൈജാക്കേഴ്സിന്റെ ലീഡർ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും പൈലറ്റ് അക്കാര്യം കൺട്രോൾ ടവറിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കൺട്രോൾ ടവർ ആകട്ടെ നേരത്തെ തന്നെ പൈലറ്റിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം മറ്റൊന്നാണ്: പരമാവധി കാര്യങ്ങൾ ഡിലേ ചെയ്യുക. കൺട്രോൾ ടവർ പൈലറ്റിനോട് കാര്യങ്ങൾ പരമാവധി ഡിലേ ചെയ്യിക്കാൻ പറഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട്. അവർക്ക് അകത്തുള്ള ഹൈജാക്കേഴ്സിന്റെ സ്വഭാവം സൂക്ഷ്മമായി പഠിക്കുന്നതിന് വേണ്ടിയാണ് കാര്യങ്ങൾ ഡിലേ ചെയ്യുന്നതിനുള്ള നിർദ്ദേശം പൈലറ്റിന് നൽകിയിട്ടുള്ളത്. ഹൈജാക്കേഴ്സിനെ ആ വിമാനവുമായി പറന്നുപോകാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്നുള്ള നിർദ്ദേശമാണ് ഡിഫൻസ് സെക്രട്ടറി പോലീസുകാർക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻ ചെയ്തൊരു കമാൻഡോ ഓപ്പറേഷൻ അനിവാര്യമാണ്. ഡിഫൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമാൻഡോ ഓപ്പറേഷൻ നടത്തേണ്ട ടാസ്ക് ഫോഴ്സ് എയർപോർട്ടിന്റെ മറ്റൊരു ഭാഗത്ത് സമാന രീതിയിലുള്ള ഒരു എയർബസിൽ ഇരച്ചു കയറി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർദ്ദേശം കിട്ടുന്ന നിമിഷത്തിൽ തന്നെ അതേ രീതിയിൽ തന്നെ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിലേക്ക് ഇരച്ചു കയറാനാണ് ടാസ്ക് ഫോഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനിടയിൽ സിംഗപ്പൂർ ആഭ്യന്തര മന്ത്രാലയം പാകിസ്ഥാനുമായി ബന്ധപ്പെടുകയും പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങൾ അങ്ങനെ ആരെയും വിമാനം ഹൈജാക്ക് ചെയ്യിക്കുന്ന ദൗത്യവുമായി അയച്ചിട്ടില്ല എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഉറപ്പുവരുത്തി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള വിവരം ഉടൻ തന്നെ വിമാനത്തിലെ പൈലറ്റ് ഹൈജാക്കേഴ്സിന്റെ ലീഡറെ അറിയിച്ചു. രോഷാകുലനായ ലീഡർ ഉടൻ തന്നെ കോക്പിറ്റിൽ നിന്ന് പുറത്തു വരികയും വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി പുറത്തെടുക്കുകയും അതിൽ നിന്ന് എന്തോ ഒരു പൊടി വെള്ളത്തിൽ കലർത്തി ഒരു ക്യാബിൻ ക്രൂവിന് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. അയാളുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയതോടുകൂടി ക്യാബിൻ ക്രൂ അത് കുടിക്കുകയും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ബോധരഹിതനായി ഫ്ലൈറ്റിനുള്ളിൽ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും സമയം ഏകദേശം 11 മണിയോട് അടുപ്പിച്ചിരുന്നു. 11 മണിക്കും 11:30ക്കും ഇടയിലുള്ള സമയത്ത് ഫ്ലൈറ്റിനുള്ളിൽ വല്ലാത്ത ഒരു അന്തരീക്ഷ സ്ഥിതിയാണ് അനുഭവപ്പെട്ടത്. യാത്രക്കാർ ഭയചകിതരായി ഇരിക്കുന്നതിനിടയിൽ ബോധരഹിതനായി താഴേക്ക് വീണ ക്യാബിൻ ക്രൂ തിരികെ ബോധത്തിലേക്ക് എത്തുകയും എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതിവേഗം വാതിൽ തുറന്ന് ഹൈജാക്കേഴ്സ് ആ വ്യക്തിയെ ഫ്ലൈറ്റിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഫ്ലൈറ്റിൽ നിന്നും 40 അടി താഴ്ചയിലേക്ക് വീണ ആ വ്യക്തിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നും ഹൈജാക്കേഴ്സ് ഫ്ലൈറ്റിലുള്ള മറ്റുള്ള ആളുകളോട് പറഞ്ഞു. തങ്ങൾക്കും ഇതുതന്നെയാകും അവസ്ഥയുണ്ടാകാൻ പോകുന്നതെന്ന് കരുതി അതിലുള്ള യാത്രക്കാരെല്ലാം ഭയന്നു വിറച്ചു. എന്നാൽ ഫ്ലൈറ്റിന് പുറത്ത് സംഭവിച്ചത് ഹൈജാക്കേഴ്സ് ചിന്തിച്ചതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഫ്ലൈറ്റിന് താഴെ കറുത്ത വസ്ത്രധാരികളായി പതുങ്ങിയിരുന്ന ടാസ്ക് ഫോഴ്സ് താഴേക്ക് വലിച്ചെറിയപ്പെട്ട ക്യാബിൻ ക്രൂവിനെ കയ്യിൽ താങ്ങിയെടുക്കുകയും അതിവേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിമാനത്തിന് താഴെ പതുങ്ങിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ താഴേക്ക് വീണ വ്യക്തിയെ താഴെ വീഴാതെ തന്നെ പിടിച്ചതുകൊണ്ട് അയാളുടെ മരണം ഒഴിവായി കിട്ടി. പോലീസ് സംഘം കൺട്രോൾ റൂമിൽ എത്തിച്ച ക്യാബിൻ ക്രൂവിനോട് ടാസ്ക് ഫോഴ്സ് അകത്തുള്ള ഹൈജാക്കേഴ്സിന്റെ മുഴുവൻ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. അവർ 4 പേർ മാത്രമേ ഉള്ളൂ എന്നും അവരുടെ രീതി എങ്ങനെയാണെന്നുള്ള കാര്യവുമൊക്കെ ടാസ്ക് ഫോഴ്സ് ക്യാബിൻ ക്രൂവിനോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ടാസ്ക് ഫോഴ്സ് ആ ഹൈജാക്കേഴ്സിന്റെ ബോഡി ലാംഗ്വേജും അവരുടെ രീതികളും അവർ നിൽക്കുന്ന പൊസിഷനും ഒക്കെ മനസ്സിലാക്കി. കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ക്യാബിൻ ക്രൂവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എന്നാൽ ഈ സമയത്ത് വിമാനത്തിലുള്ളവരും ഹൈജാക്കേഴ്സും കരുതിയിരുന്നത് ക്യാബിൻ ക്രൂ താഴേക്ക് വീണ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ ഹൈജാക്കേഴ്സ് ക്രൂ മെമ്പേഴ്സിനെ ഉപദ്രവിക്കാറില്ല. ക്രൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വിമാനം റാഞ്ചി എവിടേക്കെങ്കിലും കൊണ്ടുപോകാനാകൂ. എന്നാൽ ഇവിടെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്തായിരുന്നു സീറ്റ് നമ്പർ 36-ലിരിക്കുന്ന സിംഗപ്പൂരിലെ ബിസിനസ്സുകാരനായ ഓങ് എന്ന വ്യക്തി ഹൈജാക്കേഴ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് തോന്നിക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചത്. അയാളുടെ കയ്യിൽ ഒരു ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് കുടിച്ചുകൊണ്ടാണ് അയാൾ ഫ്ലൈറ്റിനുള്ളിൽ കൂടി നടക്കുന്നത്. അത് മാത്രവുമല്ല, സീറ്റിലിരിക്കുന്ന വ്യക്തികളോടൊക്കെ ബിയർ വേണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. അവരൊക്കെ ഏത് രാജ്യക്കാരാണെന്നും അയാൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്തായിരുന്നു ഓങ് എന്ന ബിസിനസ്സുകാരൻ ആ ചെറുപ്പക്കാരനോട് എന്തിനാണ് നിങ്ങൾ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് സിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചത്. സിഡ്നിയിൽ എല്ലാ രാജ്യക്കാരും ഒരുപോലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിയുന്നതുകൊണ്ടാണ് തങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചെറുപ്പക്കാരൻ മറുപടിയും പറഞ്ഞു. സിംഗപ്പൂരിലുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് കഴിയുന്നതെന്ന് ഓങ് പറഞ്ഞതോടുകൂടി എങ്കിൽ തനിക്ക് സിംഗപ്പൂരിൽ പോയാൽ മതിയെന്ന് ആ ചെറുപ്പക്കാരൻ അറിയാതെ പറഞ്ഞുപോയി. ഫ്ലൈറ്റ് സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാതെയാണ് ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നതെന്ന് ക്യാബിൻ ക്രൂവിന് മനസ്സിലായി. ഹൈജാക്കേഴ്സ് അത്ര വലിയ കുഴപ്പക്കാരൊന്നും അല്ല എന്ന് യാത്രക്കാർക്ക് തോന്നുന്ന അതേ നിമിഷത്തിൽ തന്നെ കോക്പിറ്റിൽ മറ്റൊരു കാര്യം സംഭവിക്കുകയായിരുന്നു. പൈലറ്റിനോട് ഇന്ധനം നിറയ്ക്കാൻ
ഹൈജാക്കേഴ്സിലെ ലീഡർ ആവശ്യപ്പെട്ടെങ്കിലും വിമാനത്താവളത്തിലെ അധികാരികൾ പല കാര്യങ്ങളും പറഞ്ഞ് ഇന്ധനം നിറയ്ക്കുന്നത് വൈകിപ്പിക്കുന്നതിൽ രോഷാകുലനായ ടീം ലീഡർ തന്റെ കയ്യിലിരുന്ന ആൽക്കഹോൾ കോക്ക്പിറ്റിലെ പല യന്ത്രങ്ങളിലേക്കും ഒഴിച്ചു തുടങ്ങി. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഇനിയും വൈകിയാൽ താൻ ഈ വിമാനം കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഒരു പേപ്പറിലേക്ക് അയാൾ തീ കൊടുക്കുകയും ചെയ്തു. ഇതേസമയം കൺട്രോൾ ടവറിലുള്ള ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥരും ഡിഫൻസ് സെക്രട്ടറിയും ഒക്കെ ചേർന്ന് ഹൈജാക്കേഴ്സിന്റെ സ്വഭാവ രീതികൾ പഠിക്കുകയായിരുന്നു. അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിമാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നത്. അവരുടെ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു പൈലറ്റ് ആ വിവരം കൺട്രോൾ ടവറിനെ അറിയിച്ചത്. കോക്ക്പിറ്റിൽ നിറയെ ആൽക്കഹോൾ ഒഴിച്ചിരിക്കുകയാണെന്നും ടീം ലീഡർ ഉടൻ തന്നെ വിമാനം കത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പൈലറ്റ് കൺട്രോൾ ടവറിനെ അറിയിച്ചത്. ആ നിമിഷത്തിൽ തന്നെ കൺട്രോൾ ടവറിൽ നിന്നും ഡിഫൻസ് സെക്രട്ടറിയുടെ നിർദ്ദേശവും എത്തി. അതിവേഗം തന്നെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഡിഫൻസ് സെക്രട്ടറി നൽകിയത്. അക്കാര്യം പൈലറ്റ് ഉടൻ തന്നെ ഹൈജാക്കേഴ്സിന്റെ ലീഡറിനെ അറിയിച്ചതും അയാൾ ഉടൻ തന്നെ കൈവശമുണ്ടായിരുന്ന കത്തിച്ചു പിടിച്ച പേപ്പർ നിലത്തേക്കിട്ട് ചവിട്ടിയണച്ചു. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കേണ്ടത് ആവശ്യമാണെന്ന് പൈലറ്റ് അറിയിച്ചതിനെ തുടർന്ന് ലീഡർ അതിന് അനുമതിയും നൽകി. വിമാനം പതിയെ റൺവേയിൽ നിന്നും ചലിച്ചു തുടങ്ങി. പൈലറ്റിന് നേരത്തെ തന്നെ കൺട്രോൾ ടവറിൽ നിന്നും ഡിഫൻസ് സെക്രട്ടറിയുടെ വ്യക്തമായ നിർദ്ദേശം എത്തിയിട്ടുണ്ട്. വിമാനം എവിടേക്കാണ് കൊണ്ടുചെല്ലേണ്ടതെന്നുള്ള വിവരമാണ് നേരത്തെ തന്നെ പൈലറ്റിന് ലഭിച്ചിട്ടുള്ളത്. പൈലറ്റ് വിമാനം എത്തിച്ചതാകട്ടെ നേരത്തെ ടാസ്ക് ഫോഴ്സ് സംഘം വിമാനത്തിലേക്ക് ഇരച്ചു കയറി പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന അതേ സ്ഥലത്തേക്കാണ്. നേരത്തെ പരിശീലനം നടത്തുന്നതിനായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന എയർബസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതേ എയർബസ് കിടന്നിരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ ഹൈജാക്കേഴ്സ് ഉള്ള വിമാനവും ലാൻഡ് ചെയ്യിച്ചിരിക്കുന്നത്. വിമാനം നിർത്തിയിട്ട നിമിഷത്തിൽ തന്നെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ആളുകൾ എത്തുകയും വിമാനത്തിൽ ഇന്ധനം നിറച്ചു തുടങ്ങുകയും ചെയ്തു. ചുറ്റും നല്ല ഇരുട്ടാണ്. ഈ സമയത്താണ് സിംഗപ്പൂർ ആർമിയുടെ കറുത്ത വസ്ത്രം ധരിച്ച 20 അംഗ കമാൻഡോസ് ടീം വിമാനത്തിന് അടുത്തെത്തിയത്. ഈ വിവരം അകത്തുണ്ടായിരുന്ന ഹൈജാക്കേഴ്സ് അറിഞ്ഞിട്ടുമില്ല. രാവിലെ ഏകദേശം 3 മണിയോടടുപ്പിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ടാങ്കിൽ നിന്നുള്ള ഇന്ധനം വിമാനത്തിൽ നിറച്ചു. ആ സമയത്ത് ഹൈജാക്കേഴ്സിന്റെ ലീഡർ നമുക്ക് പുറപ്പെടാമെന്ന് പൈലറ്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു ലോഡ് മാത്രമേ കയറിയിട്ടുള്ളെന്നും ഇനിയും ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ടെന്നും അടുത്ത ടാങ്കർ ഇപ്പോൾ വരുമെന്നും പൈലറ്റ് ലീഡറിനെ അറിയിച്ചു. ദേഷ്യം വന്ന ലീഡർ കോക്ക്പിറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും പുറത്തുണ്ടായിരുന്ന ഒരു ക്യാബിൻ ക്രൂവിനെ വലിച്ചിഴച്ച് വിമാനത്തിന്റെ വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങുകയും ചെയ്തു. യാത്രക്കാർക്കൊക്കെ കാണാൻ കഴിയാത്തത്ര ദൂരത്താണ് വാതിൽ സ്ഥിതി ചെയ്യുന്നത്. വാതിൽ തുറന്ന ലീഡർ ആ ക്രൂവിനെ പുറത്തേക്ക് തള്ളി. ഇക്കാര്യം പ്രതീക്ഷിച്ച് വിമാനത്തിന് താഴെ നിലയുറപ്പിച്ചിരുന്ന കമാൻഡോസ് താഴേക്ക് വീണ ആ വ്യക്തി അയാൾ താഴേക്ക് പതിക്കുന്നതിന് മുൻപ് തന്നെ കൈയോടെ എടുത്തു പൊക്കുകയും ചെയ്തു. ക്യാബിൻ ക്രൂവിനെ താഴേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ടീം ലീഡർ തിരികെ വിമാനത്തിലേക്ക് കയറുകയും ആ വ്യക്തിയെ താൻ കൊലപ്പെടുത്തിയെന്ന് അതിനുള്ളിലുള്ള യാത്രക്കാരോടും പൈലറ്റിനോടും പറയുകയും ചെയ്തു. 2 ജീവനക്കാരെ ഹൈജാക്കേഴ്സ് കൊലപ്പെടുത്തിയല്ലോ എന്നോർത്ത് അകത്തുള്ള ആളുകൾ ഭയന്നിരിക്കുകയാണ്. മൂന്നാമൻ ആരായിരിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ സംശയം. എന്നാൽ താഴേക്ക് വീണ ക്രൂവിനെ കമാൻഡോസ് കൺട്രോൾ ടവറിൽ എത്തിക്കുകയും അയാളിൽ നിന്നും ഹൈജാക്കേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളും അവരുടെ കമാൻഡിംഗ് രീതിയുമെല്ലാം ക്യാബിൻ ക്രൂ കൺട്രോൾ ടവറിൽ അറിയിക്കുകയും ചെയ്തു. 4 മണിയായിട്ടും വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി അടുത്ത ടാങ്കർ വരാത്തതിൽ ദേഷ്യം പൂണ്ട ലീഡർ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ക്യാബിൻ ക്രൂവിനെ കൂടി വിമാനത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നതിനായി വാതിൽക്കൽ വരെ കൊണ്ടുവന്നു. അയാളുടെ തല ഏകദേശം പുറത്തേക്കിട്ടെങ്കിലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അയാളെ തിരികെ വിമാനത്തിനകത്തേക്ക് തന്നെ വലിച്ചിഴച്ചിടുകയാണ് ചെയ്തത്. പൈലറ്റ് ഉടൻ തന്നെ ആ വിവരം കൺട്രോൾ ടവറിൽ അറിയിക്കുകയും തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അടുത്ത ടാങ്കർ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തുകയും ചെയ്തു. 1 മണിക്കൂറിനോടകം തന്നെ ഇന്ധനം നിറച്ച് ടാങ്കറുകൾ മടങ്ങിപ്പോകുന്നത് ലീഡർമാർ കാണുകയും ചെയ്തു. സിഡ്നിയിലേക്ക് പോകുന്നതിനുള്ള ഇന്ധനം വിമാനത്തിലായി എന്നുള്ള കാര്യം പൈലറ്റ് ഹൈജാക്കിംഗ് ലീഡറിനെ അറിയിക്കുകയും ചെയ്തു. ആ നിമിഷത്തിലായിരുന്നു ഹൈജാക്കേഴ്സ് വിമാനത്തിലുള്ള യാത്രക്കാരെയെല്ലാം അവിടെ ഇറക്കുകയാണെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചത്. വിമാനത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അതൊരാശ്വാസ വാർത്ത തന്നെയായിരുന്നു. എന്നാൽ ക്യാബിൻ ക്രൂകളുടെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. വിമാനം സിഡ്നിയിലേക്ക് പറക്കുമ്പോൾ അവരെ അനുഗമിക്കുന്നതിനായി ക്യാബിൻ ക്രൂവും ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഹൈജാക്കേഴ്സ് പ്രഖ്യാപിച്ചതോടുകൂടി ജീവനക്കാർ ആകെ ഭയചകിതരായി. യാത്രക്കാരാരുമില്ലാതെ ആകാശത്തേക്ക് പറന്നുയരുന്ന വിമാനം ഒരുപക്ഷെ വെടിവെച്ചിടാൻ സിംഗപ്പൂർ സർക്കാർ ഉത്തരവ് നൽകിയേക്കും. അങ്ങനെയെങ്കിൽ അതിലുള്ള ക്യാബിൻ ക്രൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഭയന്നുപോയ ക്യാബിൻ ക്രൂ തന്റെ മരണശേഷം തന്റെ ഭാര്യയും അമ്മയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം അതിവേഗം തന്നെ ഒരു പേപ്പറിൽ എഴുതി ആ പേപ്പർ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരിയുടെ കയ്യിൽ കൊടുത്തു. എന്ത് പറയണമെന്നറിയാതെ ആ യാത്രക്കാരി നിശ്ചലയായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. യാത്രക്കാരെ ഒരു പരിക്കും കൂടാതെ മോചിപ്പിക്കുകയാണെങ്കിൽ ഹൈജാക്കേഴ്സിന്റെ ആവശ്യം അംഗീകരിക്കാമെന്ന് കൺട്രോൾ ടവറിൽ നിന്ന് നിർദ്ദേശം എത്തിയെങ്കിൽ പോലും തങ്ങൾ ചതിക്കപ്പെടുകയാണോ എന്നുള്ള സംശയം ഹൈജാക്കേഴ്സിന് തോന്നി. ആ നിമിഷത്തിൽ തന്നെ ലീഡർ പൈലറ്റിനോട് ഒരു കാര്യം പറഞ്ഞു.
ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല എങ്കിൽ ഓരോ 10 നിമിഷത്തിലും ഓരോ വ്യക്തിയെ വീതം താൻ കൊല്ലുമെന്നായിരുന്നു ലീഡർ പൈലറ്റിനെ അറിയിച്ചത്. ഹൈജാക്കിംഗ് ലീഡറിന്റെ തീരുമാനം പൈലറ്റ് ഉടൻ തന്നെ കൺട്രോൾ ടവറിൽ ഡിഫൻസ് സെക്രട്ടറിയെ അറിയിച്ചു. അതുമാത്രവുമല്ല, ഡിഫൻസ് സെക്രട്ടറി മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു. വിമാനത്തിനുള്ളിലുള്ള ഹൈജാക്കിംഗ് ലീഡർ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ്. 5 മിനിറ്റിനകം എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകുമെന്ന് ടാസ്ക് ഫോഴ്സിന് ഉറപ്പായി. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഡിഫൻസ് സെക്രട്ടറി ഉടൻ തന്നെ കമാൻഡോസിന് നിർദ്ദേശം നൽകി. ഫ്ലൈറ്റിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നതിനുള്ള നിർദ്ദേശമാണ് കമാൻഡോസിന് ലഭിച്ചത്. വിമാനത്തിന് താഴെ വിമാനത്തോട് ചേർന്ന് 20-ൽ പരം ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മാസ്കും ധരിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നത്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത നിമിഷത്തിൽ തന്നെ വിമാനത്തിന്റെ പിൻഭാഗത്തെ വാതിലിന് സമീപത്തായി ചാരിവെച്ച ഏണികളിലൂടെ കമാൻഡോസ് മുകളിലേക്ക് കയറുകയും വിമാനത്തിന്റെ വാതിലിന് ചുറ്റും ചെറിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും ചെയ്തു. ഒരു നിയന്ത്രിത സ്ഫോടനത്തിനുള്ള മെറ്റീരിയൽസ് ആണ് കമാൻഡോസ് അവിടെ ഉറപ്പിച്ചത്. ആ സ്ഫോടക വസ്തുക്കൾ പതിപ്പിച്ചു കഴിഞ്ഞതും കമാൻഡോസ് പുറത്തേക്കിറങ്ങി അല്പം പുറകോട്ട് മാറി. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആ സ്ഫോടക വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു വൻ സ്ഫോടന ശബ്ദത്തോടുകൂടി ഡോർ തകർന്നു വീണു. ഡോർ തകർന്നു വീണ നിമിഷത്തിൽ തന്നെ ഒരു സെക്കൻഡ് പോലും കളയാതെ അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്ന ഏണിയിലൂടെ കമാൻഡോസ് വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറി. വിമാനത്തിനകത്തേക്ക് ഇരച്ചു കയറിയ കമാൻഡോസ് ഹെഡ്സ് ഡൗൺ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെൻ ഗ്രനേഡ് വിമാനത്തിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. സിംഗപ്പൂർ കമാൻഡോസിന്റെ നിർദ്ദേശം കേട്ട ഉടൻ തന്നെ യാത്രക്കാർ തലകുനിച്ച് സീറ്റിലേക്കിരുന്നു. ഇതുവരെ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ കേട്ടുകൊണ്ടിരുന്നത് പാകിസ്ഥാൻകാരുടെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ കമാൻഡോസിന്റെ നിർദ്ദേശം കേട്ടപ്പോൾ തന്നെ യാത്രക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. തുരുതുര വെടിയുതിർത്തുകൊണ്ട് വിമാനത്തിനുള്ളിലേക്ക് കടന്ന കമാൻഡോസിന് ഹൈജാക്കേഴ്സ് എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി തന്നെ അറിയാം. വിമാനത്തിന്റെ പിൻഭാഗത്ത് നിന്നിരുന്ന 2 ഹൈജാക്കർമാരെയും പാസഞ്ചേഴ്സിന്റെ ഇടയിൽ നിന്ന ഒരു ഹൈജാക്കറിനെയും കോക്ക്പീറ്റിന് സമീപം നിന്ന പ്രധാന ലീഡറിനെയും നിമിഷ നേരം കൊണ്ട് തന്നെ കമാൻഡോസ് തറ പറ്റിച്ചു. ഹൈജാക്കേഴ്സ് 4 പേർ മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ ക്യാബിൻ ക്രൂ കൺട്രോൾ ടവറിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി യാത്രക്കാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഹൈജാക്കേഴ്സ് പതുങ്ങിയിരിപ്പുണ്ടോ എന്നൊന്ന് അറിയുന്നതിനായി കമാൻഡോസ് അവരുടെ തോക്കുകൾ യാത്രക്കാർക്ക് നേരെ തന്നെ നീട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഒരു സാധനവും എടുക്കാതെ ആളുകളോട് വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും പ്രധാന വാതിൽ തുറക്കുകയും അവിടേക്ക് ലാഡർ ഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻഭാഗത്തെ വാതിലിലൂടെ യാത്രക്കാർ തീർത്തും ആശ്വാസത്തോടുകൂടി ഒരു സാധനവും എടുക്കാതെ തന്നെ കൈയും വീശി പുറത്തേക്കിറങ്ങിയ യാത്രക്കാരെ കമാൻഡോസ് നേരെ കൺട്രോൾ ടവറിൽ എത്തുകയും പരിശോധിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വിമാനത്തിനുള്ളിലും വിശദമായ പരിശോധന നടത്തി. സിംഗപ്പൂർ എയർലൈൻ ഫ്ലൈറ്റ് SQ117 ഹൈജാക്കിംഗ് ഓപ്പറേഷനായി കമാൻഡോസിന് വേണ്ടി വന്നത് വെറും 30 സെക്കൻഡുകൾ മാത്രമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിരുന്നാലും യാത്രക്കാർക്കാർക്കും ഒരു പരിക്കും ഏൽപ്പിക്കാതെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തി 4 ഹൈജാക്കേഴ്സിനെ അതിവേഗം തന്നെ വകവരുത്തിയ സിംഗപ്പൂർ ആർമിയുടെ ആ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ആ കമാൻഡോ ദൗത്യം ചരിത്രത്തിന്റെ ഭാഗമാണ്.